ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, അവിടുത്തെ അവസ്ഥ എന്താ? ഈ പറഞ്ഞ ഒരു DTDCയുടെ ഹോട്ടലിലാണ്, ഫുഡ് കോർട്ടിലാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. പാചകം മുടങ്ങുന്ന അവസ്ഥയുണ്ടോ ടോബി? ഹാഷ്മി, സ്മിത, എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞ പോലെ തന്നെ DTPCയുടെ കീഴിൽ ഉള്ള ഒരു കേരള ഫുഡ് കോർട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരു പക്ഷേ കോട്ടയം ടൗണിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ അടുക്കളയിലെ സാഹചര്യം തന്നെ നമുക്ക് ആദ്യമേ കാണിക്കാം. സാധാരണ രാവിലെ ഇവിടെ ഭക്ഷണം ഉള്ളതാണ്, രാവിലെ ആളുകൾ കഴിക്കാൻ വരുന്നതാണ്, പ്രഭാത ഭക്ഷണം കഴിക്കാൻ വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്, അതായത് വിഭവങ്ങൾ കുറച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർ പ്രധാനമായും ചെയ്തിരുന്നത് ഈ ചോറും അതുപോലെ തന്നെ സാമ്പാർ അങ്ങനെയുള്ള കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങൾ മാത്രമാണ് അവർ ഈ വിറകടുപ്പിൽ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ചെറിയ കറികൾ പോലും, ഉച്ചയ്ക്കത്തേക്കുള്ള പാചകം തുടങ്ങിയിട്ടുണ്ട്, കറികൾ അരിയുകയാണ്. പക്ഷെ അങ്ങനെയുള്ള ചെറിയ കറികൾ പോലും ഇപ്പോൾ വിറകടുപ്പിലേക്ക് മാറ്റി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇതുപോലെ ഗ്യാസിൽ ചെയ്യുന്നത്. ഗ്യാസ് കിട്ടാനില്ലാത്തതിൻ്റെ ഒരു പ്രതിസന്ധി വലിയതായിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഓണറോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് നിലവിലെ ഒരു സാഹചര്യം? ഗ്യാസിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഗ്യാസ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നേരത്തെ ഇരുന്ന സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. പുതിയ ഏജൻസി സംസാരിച്ചപ്പോഴത്തേക്കും അവർക്ക് ഗ്യാസ് കിട്ടാനൊരു മാർഗ്ഗമില്ലെന്നുള്ളതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കഴിഞ്ഞ 2 വർഷമായി വിറകടുപ്പാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കടുക് വറക്കാനും ചായയ്ക്കും ഒക്കെ വേണ്ടി മാത്രമേ ഗ്യാസ് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോട്ടയത്ത് ടൗണിലുള്ള ഒരു ഹോട്ടലാണിത്. കറികളുടെ എണ്ണം കുറയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. നമ്മൾ കുറച്ചിട്ടില്ല. ഇപ്പം ഒന്നുകൂടെ, കാരണം കൂടുതലും വിറകടുപ്പിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ചെറിയ കറികളൊക്കെ വിറകടുപ്പിലോട്ട് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. എല്ലാം ഇപ്പം മാറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് തീരെ പച്ചടി പോലെ ഇഞ്ചി, മാങ്ങ, നാരങ്ങ അങ്ങനെയുള്ള കറികളൊക്കെ മാത്രമേ നമ്മൾ ഗ്യാസിൽ ചെയ്യുന്നുള്ളൂ. നമുക്കിപ്പോ അവിടെ കാണാം. ചേച്ചി, ഇത് എന്തിനുള്ളതാണ് ഈ ചെയ്യുന്നത്? സാമ്പാറിനുള്ള വെണ്ടയ്ക്കയും അത് മാത്രമാണ്? അത് മാത്രമേ ഉള്ളൂ, ഗ്യാസ് വെച്ച് ചെയ്യുന്നുള്ളൂ. ലക്ഷ്മി, അതാണ്, അതിനുള്ള കാര്യം മാത്രമാണ് അവർ ചെയ്യുന്നത്. ബാക്കിയുള്ള ചെറിയ കറികൾ നമുക്കിപ്പോൾ ഇങ്ങോട്ട് വന്നാൽ കാണാം. തോരൻ പോലും വിറകടുപ്പിൽ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇത് ഈ കാഴ്ച നമുക്കൊന്ന് കാണാം. തോരനാണ് സാധാരണ ഇതൊക്കെ ഗ്യാസ് അടുപ്പിലാണ് ചെയ്യുന്നത്. പക്ഷെ അതിപ്പോൾ അവർ ഈ വിറകടുപ്പിനുള്ള അടുപ്പിന്റെ സൗകര്യം ഉള്ളത് കൊണ്ട് അത് ഈ വിറകടുപ്പിലേക്ക് മാറ്റിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും വിറകടുപ്പിലേക്ക് മാറ്റി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ ഹോട്ടലാണല്ലോ, ഈ ഹോട്ടൽ നേരത്തെ തന്നെ കുറച്ചധികം കാര്യങ്ങൾ വിറകടുപ്പിൽ ചെയ്യുന്നത്. ഇപ്പം നേരത്തെ തന്നെ ഗ്യാസ് എന്നൊക്കെ വേണ്ട, രുചിക്ക് വേണ്ടി വിറക്, അങ്ങനെയുള്ള ഹോട്ടലുകൾക്കാണ് ഇപ്പം ഒരുപക്ഷെ വലിയ പ്രശ്നം ഉണ്ടാവാത്തത്. അല്ലാതെ 90%, 99.9% അങ്ങനെ വിറക് ഉള്ളവരുണ്ടാവും അല്ലല്ലോ, ഗ്യാസ് തന്നെ ആയിരിക്കുമല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.